വൃശ്ചികക്കൂറിലെ വിശാഖം അനിഴം കേട്ട. അനിഴം ദേവഗണമാണ്. അവർക്ക് ഉദ്ദേശിച്ച രംഗത്ത് ശോഭിക്കാൻ കഴിയും. ഈ ആഴ്ച ഫലമാണ് അവർക്ക് വിനോദയാത്രകൾ നടത്താൻ കഴിയുന്നുണ്ട്. സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ മാത്രമല്ല, മക്കളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവരുടെ നാടുകളിലേക്ക് പോകാൻ കഴിയും. വിദേശവാസം കാണുന്നുണ്ട്. അത് വിസിറ്റിംഗ് ആണെങ്കിൽ പോലും അത് സാധ്യമാകും. കേട്ട നഷ്ടപ്പെട്ട പലതും തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. പ്രൊമോഷൻ, ട്രാൻസ്ഫർ പ്രതീക്ഷിക്കാം. വിവാഹം, ഇഷ്ടവിവാഹത്തിന് നല്ല സാധ്യതയുണ്ട്. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടമാണ്. മൂലം നക്ഷത്രത്തിന്റെ അധിപതിയായി കാണുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഹനുമാനെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവമൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല. ലക്ഷ്യസ്ഥാനത്തെത്തും, അത് തീർച്ചയാണ്. ജീവിത അഭിലാഷം നടക്കും, അതിന് സംശയമില്ല. സ്വന്തം കാര്യത്തിലായാലും മക്കളുടെ കാര്യത്തിലായാലും ഭർത്താവിൻ്റെ ആരോഗ്യ കാര്യത്തിലായാലും നല്ല രീതിയിൽ സഹായിക്കുന്ന ആളാണ് മൂലം. പൂരാടം മെഡിക്കൽ വിഭാഗത്തിലുള്ളവർക്ക് നല്ല ഉയർച്ചയുണ്ട്. MBBS കഴിഞ്ഞ് MD വിഭാഗത്തിൽ പഠിക്കാനും കഴിയും. ബിടെക് കഴിഞ്ഞ് MTech പോകാൻ കഴിയും. മാസ്റ്റർ ഡിഗ്രിയുടെ ആളുകളാണ് അവർ. നന്മയുണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കുന്നവരാണ്. അതുകൊണ്ട് ശാസ്താവിൻ്റെ ഗുണഗണങ്ങൾ കിട്ടും. ഉത്രാടം, തിരുവോണം, അവിട്ടം. ഉത്രാടംകാർക്ക് ഭവന നിർമ്മാണം, പരീക്ഷാ വിജയം, സ്നേഹബന്ധം ഒന്നുകൂടി റിവ്യൂ ചെയ്യേണ്ടി വരും. ഒരാളിന് രണ്ടുപേർക്കും ജോലി ഇല്ലാതിരുന്നവർ ജോലി കിട്ടുമ്പോൾ ചിലരുടെ സ്വഭാവങ്ങൾ മാറും. അതൊക്കെ എങ്ങനെ ആയിരിക്കാം എന്ന് മുൻകരുതൽ ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. ഭാഗ്യവതിയാണ്, ഭാഗ്യവാന്മാരാണ്. ഇവിടെ തിരുവോണത്തിനും നല്ല ഉയർച്ചയ്ക്കുള്ള സാധ്യതയാണ് കാണുന്നത്. അവർക്ക് ഭാഗ്യമുണ്ട്. നാട്ടിലും വീട്ടിലും ജോലി സാധ്യത അവർക്ക് ഒരുപോലെയാണ്. ഈ ആഴ്ച അവർക്ക് ഭംഗിയായിരിക്കും. വ്യാഴാഴ്ച അവർക്ക് നല്ല ദിവസമാണ്. അവിട്ടംകാർക്ക് ജോലി, വരുമാനം, മിച്ചം എന്നിവയുണ്ട്. രക്ഷകർത്താക്കളിൽ നിന്നും സഹായ സഹകരണങ്ങൾ കിട്ടും. കുടുംബസ്വത്ത് ഭാഗ്യത്തിൽ കിട്ടിയേക്കും. വളരെയേറെ ഗുണഗണങ്ങൾ ഉണ്ടാകുന്നതാണ്. ചിട്ടി, ലോട്ടറി വരെ അവിട്ടംകാർക്ക് കാണുന്നുണ്ട്. പിതാവിൻ്റെ സഹായം പ്രത്യേകിച്ച് ലഭിക്കും. ചതയം, മന്ത്രതന്ത്രങ്ങളൊക്കെ പഠിക്കുന്നവർക്ക് അത്ര കണ്ട് നല്ല സമയമല്ല, ഗ്യാപ്പ് കാണുന്നുണ്ട്. അല്ലാതുള്ള കാര്യങ്ങൾക്കെല്ലാം കോപം അടക്കിയാൽ ലക്ഷ്യത്തിലെത്താൻ കഴിയും. നിങ്ങൾ കോപിഷ്ഠരാണ്. ചിലർ, നല്ല ശതമാനം ചതയംകാർ അങ്ങനെയാണ്. ഞാൻ പറയുന്നതാണ് ശരി എന്ന ചിന്താഗതി വേണ്ട. അത് മാറ്റിവെച്ചാൽ വിജയത്തിലെത്താം. പോരിട്ടാതി ജോലി ഉണ്ടെങ്കിലും മറ്റൊരു ജോലി കൂടി ചെയ്യുന്ന ബിസിനസ് മെൻറ്റാലിറ്റി ഉള്ളവരാണ്. നിങ്ങൾക്ക് ആരോഗ്യം സൂക്ഷിക്കണം. നിങ്ങളുടെ അമ്മയെ ശ്രദ്ധിക്കണം, ഭാര്യയെ ശ്രദ്ധിക്കണം. മക്കളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കും, ഒരു സംശയവുമില്ല. പോരിട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി, ഇതാണ് മീനക്കൂർ. ഇവിടെ ഭാഗ്യം കാണുന്നുണ്ട്. പോരിട്ടാതി 4-ാം ഭാഗത്ത് വെറും 6 മണിക്കൂറാണത് 4-ാം ഭാഗം എന്നൊക്കെ പറയുന്നത്. നിങ്ങളും വിചാരിച്ചിരിക്കാത്ത കാര്യങ്ങൾ നടക്കും. അത് നടക്കണമെങ്കിൽ മീനക്കൂറിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ചൂടാകരുത്, അത് കോപിഷ്ടമാകരുത്. കോപിഷ്ടമായാൽ നിങ്ങൾക്ക് കയ്യെത്തും വായിലെത്തൂല. അതായത് എങ്ങനെ പറയാം, 2 in the hands 1 in the bushes എന്ന് പറയുമ്പോഴായിപ്പോവും. അത് ഉണ്ടാകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്രട്ടാതി ജോലി എന്ന് പറയുന്നത് ചിലപ്പോൾ 2 ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്ന് കഴിഞ്ഞ് ഇനിയിപ്പോൾ എവിടെയാണ് അടുത്ത ജോലി, അതുകൂടി വരാം. PSC നിന്ന്, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റിൽ നിന്ന് വരാം. ശമ്പളം കൂടുതലാണ്, അല്ലെങ്കിൽ വിസ പ്രതീക്ഷിച്ചിരുന്ന ആളാണ്. ആ ജോലി കിട്ടി ഉടനെ വെളിയിലേക്ക് 1 ലക്ഷം രൂപയുടെ ശമ്പളത്തോട് കിട്ടുന്നു. അവർ കൺഫ്യൂഷൻ ആകുന്നു. അത് വേണം, ടു ബി ഓർ നോട്ട് ടു ബി, പോകണോ പോണ്ടേ, ഇവിടെ ചെറിയ ശമ്പളമാണെങ്കിൽ നാടാണല്ലോ, സർക്കാരാണല്ലോ. ഇങ്ങനെയെങ്കിലുമുള്ള കൺഫ്യൂഷൻ ഉത്തരവാദിക്കാർക്കുണ്ട്. ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുന്നവർക്ക് സുവർണകാലമാണ്, ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് ഭവനയോഗമുള്ളവരാണ് എന്ന് മാത്രമല്ല, സുവർണകാലമാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഭവനത്തിൻ്റെ കൺസ്ട്രക്ഷൻ തീരാറാകുമ്പോൾ നിങ്ങൾക്ക് ഒരു 20 ലക്ഷം രൂപ ചിലവായ വീടിനാണെങ്കിൽ 30 ലക്ഷം രൂപ തരാൻ തയ്യാറായി ഒരാൾ വന്നെന്നിരിക്കും. അപ്പോൾ നിങ്ങളവിടെ ഓട്ടോമാറ്റിക്കാ ചിന്തിക്കേണ്ടതാണ്. അത് 30 കൈയടിച്ചിട്ട് അടുത്തത് കെട്ടിപ്പടുക്കാനുള്ള ശ്രമം നടത്താം. 10 lakhs ഉടൻ ലാഭം കിട്ടുകയല്ലേ. ഇത് പലതരത്തിലും പല രംഗങ്ങളിലും നിങ്ങൾക്ക് 350-നും 360-നും ഇടയ്ക്ക് ഡിഗ്രിയിൽ നിൽക്കുന്നതാണ്. ഡിഗ്രിയുടെ അങ്ങേയറ്റത്ത് 60-50-ൻ്റെയൊക്കെ അടുത്ത് നിൽക്കുന്ന, തീരാറാകുന്ന 77-ാമത്തെ നക്ഷത്രമാണ് രേവതി. അത് ശുഭഗ്രഹമാണ്, ദേവഗണമാണ്. ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നവരാണ്. നിങ്ങൾക്കും നല്ല രീതിയിലുള്ള ഉയർച്ചയുണ്ട്. കാരണം ശനിദേവൻ വക്രത്തിലേക്ക് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണകരമായിരിക്കുന്നത് നിങ്ങൾക്കാണ്. നിങ്ങളുടെ 5-ലാണ് വ്യാഴൻ വിഷ്ണുവാണ്. സമ്പൂർണനായ വിഷ്ണു ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണനെ തന്നെ പിടിച്ചുകൊള്ളുക. ശ്രീകൃഷ്ണനെ കണ്ടതാരാണ്? അർജുനന് നൽകിയ ശ്രീകൃഷ്ണൻ കൊടുത്ത അത്ഭുതമായ കണ്ണുകൾ വെച്ച് അദ്ദേഹം അർജുനനാണ് കാണുന്നത്.
അദ്ദേഹത്തിൻ്റെ കൃഷ്ണൻ്റെ ദിവ്യ ദൃഷ്ടികൾ നൽകിയത് കൊണ്ടാണ് അത് കാണാൻ കഴിഞ്ഞത്. കൃഷ്ണൻ ഇയാൾക്ക് ആത്മധൈര്യം ഉണ്ടാകുന്നതിനാണ് അത് ചെയ്യുന്നത്. കണ്ടത് എന്താണ്? ഈ ലോകത്ത് കാണുന്ന സർവ്വചരാചരങ്ങൾ, ഗോളങ്ങൾ ഉൾപ്പെടെ, നവഗ്രഹങ്ങൾ ഉൾപ്പെടെ കൃഷ്ണനിലേക്ക് ചെന്ന് ചേരുന്നതായും അവയെല്ലാം കൃഷ്ണനിൽ നിന്ന് പുറത്തേക്ക് വരുന്നതായും കാണുകയാണ്. അപ്പോഴാണ് വിചാരിക്കുന്നത്, കൃഷ്ണ നീ ഇത്ര ഗംഭീരനാണോ? അപ്പോൾ പറഞ്ഞു, മതി ഭഗവാനെ, ഞാൻ കണ്ടതെല്ലാം ഇനി എനിക്ക് കാണണ്ട, മതി, ഞാൻ യുദ്ധം ചെയ്യാം എന്ന ഒരു തീരുമാനം കൂടി ഉണ്ടാകുന്ന തരത്തിലേക്കാണ്. അതുകൊണ്ട് നിങ്ങൾക്കും രേവതിക്കാർക്ക് കൃഷ്ണനെ വന്ദിക്കുക. ശാസ്താവ് നിങ്ങൾക്ക് അനുകൂലമാണ്, ശനി അനുകൂലമാണ്, നന്മയുണ്ടാകും. ദീർഘനാൾ ആയുരാരോഗ്യ സമ്പന്നതയോട് കൂടി മാതൃകാപരമായ കുടുംബജീവിതം നയിക്കാനും നിങ്ങൾക്ക് കഴിയും. ഇത് കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് നന്ദിയുണ്ട്. ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു.